ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കുഞ്ഞുണ്ടാവി പ്രോഡക്റ്റാണ്. ഈ കാണുന്ന ഒരു മൊബൈൽ ഹോൾഡറാണ്. ഒരു കണ്ടിട്ട് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട്, അതായത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വേരിയൻറ്റ് കണ്ടപ്പോൾ. ഞാൻ ഈ ഒരു ടൈപ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ മേടിക്കാനുള്ള ഓപ്ഷനും കൂടി ഞാൻ തരാം. ഏതായാലും ഈ ഒരു മോഡൽ അല്ലെങ്കിൽ ഈ ഒരു മൊബൈൽ ഹോൾഡർ നമുക്ക് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വെറൈറ്റി മൊബൈൽ ഹോൾഡർ എന്ന് ഞാൻ പറയാൻ തന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് മൊബൈൽ ഹോൾഡേഴ്സ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ടൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുന്നത്. ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്തേക്കാം. ടടാൻ കേട്ടോ, കാണാൻ എന്തോ ഒരു അലമ്പ് സാധനം പോലെയൊക്കെ ഇരിക്കുമെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ എല്ലാവർക്കും സംശയം തോന്നുന്നത് എന്നാ മൊബൈൽ ഹോൾഡർ തന്നെയാണോ? യെസ്, ഇതൊരു മൊബൈൽ ഹോൾഡറാണ്. ഇതിൻ്റെ പുറകിലൊരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് നമ്മൾ നേരെ താഴോട്ടൊന്ന് പ്രസ് ചെയ്യുക. കണ്ടോ, ഒന്ന് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറക്കാം. ഓക്കെ, അയവ. എന്നിട്ട് ഇവൻ ഇങ്ങനെ മറിച്ചതേണ്ട ഇവിടെ കൊണ്ട്, അതായത് ആ ലോക്കിൻ്റെ അങ്ങോട്ട് തന്നെ, ഈ ലോക്കിൻ്റെ അങ്ങോട്ട് തന്നെ നമ്മൾ തിരിച്ചു കൊണ്ട് വയ്ക്കുന്നു. ഓക്കെ, അത് ആ ലോക്കേ വീണു. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഗതി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനും വിശ്വസിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ സംഗതി, വളരെ സിമ്പിളാണ്. ഇതിനകത്തുള്ള ബാക്കിയുള്ള ഐറ്റംസ് കൂടെ ഞാൻ കാണിച്ചു. ഇത് ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും വെച്ചാൽ ഇതിൻ്റെ താഴെ നമ്മൾ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അത് വെക്കരുതെന്ന് ഞാൻ പറയത്തില്ല. ഇവിടെ ബാക്കിൽ എന്തെങ്കിലും ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നൊരു ഐറ്റം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ ഒരു മൊബൈൽ ജസ്റ്റ് കൊണ്ടുവന്നതേ അടിപൊളിയല്ലേ? എനിക്ക് ആ സംഗതി ഭയങ്കര ഇഷ്ടപ്പെട്ടു. താഴെ ഒട്ടിച്ച് വേണം കേട്ടോ. ഇച്ചിരി വലുപ്പമുള്ള മൊബൈൽ തന്നെ നോക്കാം. ഇങ്ങനെ ഇരുന്നോളും. എടുത്തു. അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ അതെ അടിപൊളിയാണ് സംഗതി. ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ കാറിൽ വെക്കാൻ ഞാൻ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇത് ഈ കുലുക്കമൊക്കെ വരികയാണെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു ഷേക്കിങ് ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ഇതൊരു പ്രശ്നം തന്നെയാണെന്ന് ഞാൻ പറയും. നമ്മൾ വീടുകളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളിതുപോലെ ഇരിക്കുന്ന ഒരു ഓഫീസ് റേഞ്ചിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിപ്പം താഴെ ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഊരിയെടുക്കാം, കൊണ്ടുവയ്ക്കാം. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് നമ്മുടെ റൂമിലൊക്കെ ഇതുപോലെ വെക്കാൻ സാധിക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു കാര്യമാണ് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇതിനകത്തുള്ള ബാക്കിയുള്ള ഐറ്റംസ് കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഒരു റബ്ബറിൻ്റെ ഒരു പീസുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ടേബിളിലൊക്കെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. അതായത് ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ടൈപ്പാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡാഷ്ബോർഡിലൊക്കെ ആണെങ്കിലും നമുക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് വെക്കേണ്ട രീതി നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് കണ്ടോളൂ. ഒരു ജെല്ലാണ് ശരിക്കും പറഞ്ഞ് വരുന്നത്. ഈ ജെല്ല് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചിട്ട് നോക്കണേ. ഓക്കെ, എല്ലാവരും കാണാമല്ലോ. ആ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ആ രീതിക്ക് തന്നെ സ്റ്റിക്ക് ചെയ്ത് അങ്ങ് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് എനിക്കിത് എവിടെയാണോ വെക്കാനുള്ളത്, ഇപ്പോൾ ഞാൻ ഇവിടെയാണെന്ന് വെച്ചോ, ഈ ടേബിളിൽ തന്നെ സെറ്റ് ചെയ്യാൻ ഈ ഒരു അറ്റത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. ഓക്കെ, നിങ്ങൾക്ക് കാണത്തക്ക ഇതിനിടാൽ ഇപ്പോൾ ഒന്ന് ക്യാമറ തിരിച്ചേക്കാം. യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി ഞാൻ ഇതുപോലെ ഓക്കെ കിടുവല്ലേ? ഇതുപോലെ തന്നെ ഇതിൻ്റെ AC വെൻറ്റ് കണക്ട് ചെയ്യാനുള്ള കുറച്ച് കുഞ്ഞ ക്ലിപ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കത് ഇങ്ങനെ ഈ കൊടുത്തിരിക്കുന്ന പോലെ നമുക്ക് AC-ലോട്ട് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നമുക്ക് കാറിൻ്റെ AC വെൻറ്റിൽ ഇത് നമുക്ക് സൂട്ട് ചെയ്യിക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഡാഷ്ബോർഡിലും വെക്കുന്നതാണ് ഈ കാണുന്നത്. പക്ഷേ ഒരു കാരണവശാലും കാറിലെ ഡാഷ്ബോർഡിലോ AC വെൻറ്റിലോ വെക്കാൻ ഞാൻ ഒരു കാരണവശാലും സജസ്റ്റ് ചെയ്തില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സാധനം ചിലപ്പം താഴെ പോവും. ഇത് മാത്രം എനിക്ക് പക്കയാന്ന് തോന്നിയിട്ടുണ്ട്. ഇതും പിന്നെ അതേ ഫോൺ ഇങ്ങനെ വെക്കുന്നത്, ഒരു വല്ലതൊക്കെ സിനിമയൊക്കെ കാണണമെങ്കിൽ ഇരുന്ന് കാണാം. നമുക്ക് വല്ല റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, വല്ല റെക്കോർഡ് ചെയ്യണത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഹായ് നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്യാം. സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ളൂ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്ന 550 രൂപയാണ് വരുന്നത്. 550 ആണ് ഇതിന് വരുന്നത്. പക്ഷേ 550 മുടക്കിയാലും നഷ്ടമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഐറ്റം, കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ റൂമിൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്തൊക്കെ വെക്കാനാണെങ്കിൽ കിടുവായിരിക്കും. കാറേ വെക്കാൻ ഞാൻ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്തില്ല. കാരണം ഈ ഒരു ഷേക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഇത് കാറിൽ വെക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഓഫീസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയുണ്ട് ആ ഒരു ഇത്. കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഫോൺ ഇരുന്നുള്ളൂ. ഒരിടത്തും ടേബിളിലൊക്കെ വലിച്ചു വാരി ഇടാതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് വലിയ കാര്യമായിട്ട് ജസ്റ്റ് ഇതൊക്കെ പറയാൻ സാധിക്കും. ദാറ്റ്സ് ഓൾ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.